ഹായ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സ് എന്താണ്, സെറ്റ്സിന്റെ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൽ ഒരു ടൈപ്പില് രണ്ട് ക്വസ്റ്റ്യൻസ് ചെറിയൊരു മിസ്റ്റേക്ക്, ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ അതെന്താണെന്ന് ആ പ്രോബ്ലംസ് നമ്മൾ ക്ലിയർ ആക്കുവാണ്. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് അതായിരുന്നു ക്വസ്റ്റ്യൻസ്. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, അതിൽ 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് വൺ ആണ് നമുക്ക് ഫസ്റ്റ് വന്ന മിസ്റ്റേക്ക്. b is equal to x such that x is an integer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് നമ്മൾ ഡെസിമൽസ് ആയിട്ടാണ് എടുത്തത്. എന്തായിട്ടാണ് എടുത്തത്? ഇന്റീജർ ആയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ എന്താണ് നമ്മൾ അവിടെ ചൂസ് ചെയ്തത്? ഡെസിമൽ പാർട്സ് മാത്രമായിട്ടാണ് ചൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഇന്റീജർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കിയേ, -1/2നും ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഞാൻ/2. എക്സ് -1/2നും ഞാൻ/2നും ഇടയ്ക്ക് ആയിരിക്കണം. ഫ്രാക്ഷനിലല്ല എഴുതേണ്ടത്. എന്തിനാണ് എഴുതേണ്ടത്? ഇന്റീജർ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടവര്. അപ്പൊ നമുക്ക് നോക്കാം, -1/2 എന്താണെന്ന് നോക്കാം. -1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പൊ -1/2 എന്ന് പറയുമ്പോ -0.5. അതേപോലെ 9/2 എന്ന് പറയുമ്പോ 4.5, അതാണ് 9/2 വരുന്നത്. അപ്പൊ -1/2 9/2 നമ്മൾ ആദ്യം എന്താക്കി? ഫ്രാക്ഷനിൽ കിടന്ന് ഡെസിമൽ ഫോമിൽ ആക്കിയതിനു ശേഷം, ആ ഡെസിമൽ ഫോമും അല്ല എഴുതേണ്ടത്, എന്തുവാണ്? ഇന്റീജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റീജേഴ്സ് മാത്രമാണ് എടുക്കേണ്ടത്. ഇന്റീജേഴ്സ് എടുക്കപ്പോ ഏത് മുതലാണ്? -0.5. നമ്മൾ നമ്പർ ലൈൻ ഒന്ന് വരച്ചു നോക്കപ്പോ നടുക്ക് 0, ഇവിടെയാണ് മൈനസ് വാല്യൂസ് വരുന്നത്, ഇവിടെ പ്ലസ്. അപ്പോ -0.5 ഇവിടെയാണ് വരുന്നത്. അത് എടുക്കാൻ പാടില്ല, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയാത്തതുകൊണ്ട് -0.5 എടുക്കാൻ പറ്റില്ല. പിന്നെ എവിടെ നിന്നാണ് നമ്മളെ കറക്റ്റ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്റീജർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1 അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ കറക്റ്റ് ആൻസർ b is equal to എന്തുവാണ്? -0.5 എടുക്കില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അതുകൊണ്ടാണ് -0.5 എടുക്കാതെ എവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത്? 0 ആണ്. കറക്റ്റ് എന്ത്? ഇന്റീജേഴ്സ് മാത്രം 0 ആണ് ഫസ്റ്റ് ഇന്റീജേഴ്സ്. 1, 2, 3, 4 വരെ എടുക്കുള്ളൂ. കാരണം ഞാൻ/2 ഷേപ്പ് 4.5 ആണ്. 4.5 ആണ് ഡെസിമൽ പോർഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഡെസിമൽ അല്ല എടുക്കേണ്ടത്, ഇന്റീജർ ആണ്. 4.5ന് മുന്നേ ഉള്ള ഒരു ഇന്റീജർ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോ 0, 1, 2, 3, 4 ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ശ്രദ്ധിച്ചോളുക, ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്തുവാണ്? ഇന്റീജർ എന്നാണ് പറയുന്നത്. -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഞാൻ/2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷനിൽ തന്നെയാണ് ഇതിനിടയ്ക്കുള്ള ഫ്രാക്ഷൻ ആണ് എഴുതിയത്. പക്ഷെ അതിൽ നിന്ന് കുറച്ചൊരു ചേഞ്ച് എന്ന് പറയുന്നത്, നമുക്ക് ഫ്രാക്ഷനിലല്ല വേണ്ടത്, ഇന്റീജറിലാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കണം. അപ്പൊ -1/2 എന്ന് പറയുന്നത് -0.5ഉം ഞാൻ/2 4.5 ആണ് വരുന്നത്. പക്ഷെ ഈ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടില്ല. രണ്ട് കേസിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടില്ല. സോ എന്തുവാ? -0.5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഇന്റീജർ വരുന്നത് 0 ആണ്. പിന്നെ 1, 2, 3, 4. 4.5 എടുക്കില്ല, ഇന്റീജർ 4 ആണ്. നെക്സ്റ്റ് ഇന്റീജർ 5 ആണ്. അപ്പൊ 5 എന്തായാലും എടുക്കാൻ പറ്റില്ല. ഇതാണ് ആൻസർ വരുന്നത്. b is equal to 0, 1, 2, 3, 4 ഇതാണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് അതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ, അവിടെയും ഇന്റീജർ തന്നെയായിരുന്നു. c is equal to x such that x is an integer x square less than or equal to 4. x square less than or equal to 4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നതുകൊണ്ട് എന്താണ്? ഈക്വൽ ടു എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പൊ ഇവിടെ x എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ -2 എന്ന് വരും. എക്സ് സ്ക്വയർ എന്തുവാണ്? 4 ആണെങ്കിൽ x എന്താണ് വരുന്നത്? പ്ലസ് ഓർ -2. അതുപോലെ തന്നെ x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, x എന്തുവാണ്? പ്ലസ് ഓർ -2 എന്നാണ് വരുന്നത്. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ -2. അപ്പൊ ഇന്റീജർ ആക്കിയാണ് എഴുതുന്നത്. അപ്പൊ ഇന്റീജർ എന്ന് പറയുമ്പോ +2 -2 ആണ്. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ ഡൗട്ടിലേക്ക് നോക്കിയാൽ 0, ഇവിടെ -1, -2, ഇവിടെ 1, 2. ഇന്റീജർ എഴുതപ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2ന് താഴോട്ടുള്ളതും, അതായത് +2ന് മുന്നേ, അതാണ് പറയുന്നത്. ഇന്റീജേഴ്സ് എടുക്കപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് -2, -1, കാരണം പ്ലസ് ഓർ മൈനസ് ഉള്ളതുകൊണ്ട് -2. അത് കഴിഞ്ഞ് -1, 0, 1, 2, +2, -2 മുതൽ +2 വരെയുള്ള എന്തൊക്കെ ഇന്റീജേഴ്സ്, നമ്മൾ അവിടെ -2, +2 മാത്രമേ എഴുതിയുള്ളൂ. അതാണ് അവിടെ ഉണ്ടായ മിസ്റ്റേക്ക്. കാരണം നമ്മൾ ആ വാല്യൂസ് മാത്രമേ എഴുതിയുള്ളൂ. ഇന്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഈ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലും ഇന്റീജർ എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുവാണ് എല്ലാ വാല്യൂസും എഴുതേണ്ടി വരുന്നത്. -2, -1, 0, 1, 2. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഉണ്ടായിരുന്നത്. അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഇന്നത്തെ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്
എം ഡി സെറ്റ് ആണ്. എം ഡി സെറ്റ്, എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് ദ എം ഡി സെറ്റ് ഓർ ദ നൾ സെറ്റ് ഓർ ദ വോയിഡ് സെറ്റ്. എം ഡി സെറ്റ് എന്ന് പറയും, നൾ സെറ്റ്, വോയിഡ് സെറ്റ്. അപ്പോ മൂന്ന് പേരുകളുണ്ട്. ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ്സും ഇല്ല, അതാണ് പറയുന്നത്. എം ഡി ആണെങ്കിൽ എനി എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എന്തുവാണ്, എനി എലമെന്റ് ഈസ് കോൾഡ് ദ എം ഡി സെറ്റ്. എം ഡി സെറ്റിന് പറയുന്ന രണ്ട് വേറെ പേരാണ് നൾ സെറ്റും വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. എം ഡി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ വേറെ ഒരു ഇത് വെറും സെറ്റ് നമ്മൾ എഴുതാറുണ്ട്. അതിനകത്ത് എലമെന്റ്സ് ഒന്നും എഴുതാതെ വെറും ഫൈയും എഴുതാറുണ്ട്. എന്തുവാണ്, നൾ സെറ്റ് എന്നാണ് ഇതിന് പറഞ്ഞത്. നൾ സെറ്റിന്റെ സിമ്പൽ ഇതെന്തുവാണ്, അതിനകത്ത് എലമെന്റ്സ് ഒന്നും എഴുതാതെ വെറും സെറ്റ് എഴുതിയാലും അത് എം ഡി സെറ്റ് ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, x is a natural number. ഇവിടെ പറയുന്ന സെറ്റ് എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, എക്സ് എന്ന് പറയുന്ന ഏതിനും ഇടയ്ക്കാണ്, 1നും 2നും ഇടയ്ക്കുള്ളതാണ്. ഈ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ എന്നും പറയുന്നു. അപ്പൊ നമ്മൾ നോക്കുക, എക്സ് നാച്ചുറൽ നമ്പർ വരണമെങ്കിൽ ഒന്ന് നോക്കി നോക്കിയേ, 1നും 2നും ഇടയ്ക്ക് നാച്ചുറൽ നമ്പർ ഒന്നുമില്ല, ഡെസിമൽ നമ്പേഴ്സ്. അങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്പേഴ്സ് എഴുതാറുന്നു. പക്ഷെ എന്തുവാണ്, നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1നും 2നും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പറും ഇല്ല. അപ്പൊ എന്താണ് ഈ സെറ്റ്, എന്താണ് എം ഡി സെറ്റ് എന്ന് എഴുതാം. അപ്പൊ എന്താണ് അവർ പറയുന്നത് അത് നോക്കി വേണം എഴുതേണ്ടത്. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിരുന്നു ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. എക്സ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1നും 2നും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പറും ഇല്ല. ഇനി ഈ നാച്ചുറൽ നമ്പറിന്റെ പ്ലേസിൽ എന്തുവാണ്, ഡെസിമൽ നമ്പർ ആയിരുന്നുവെങ്കിൽ ഉണ്ട്, 1.1, 1.2 അങ്ങനെ ഡെസിമൽ നമ്പേഴ്സ് എഴുതാൻ കിട്ടും. അത് ഇതാണ് എം ഡി സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എം ഡി സെറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് ഇസ് എം ഡി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. എന്തുവാണ്, എ സെറ്റ് എം ഡിയോ അല്ലെങ്കിൽ എന്തുവാണ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സോ ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. മറ്റേത് എം ഡി ചിലപ്പോൾ ഒന്നുമില്ല, എം ഡി അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എന്തുവാണ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ഫൈനൈറ്റും. അതർവൈസ് ദ സെറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. അതല്ല എങ്കിൽ എന്തുവാണ്, ഇൻഫൈനൈറ്റ് ആണ്. എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ, ലെറ്റ് ക്യാപിറ്റൽ W ബി ദ സെറ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക്. ഒരു വീക്കിലെ ഡേയ്സിന് എണ്ണാൻ പറ്റുമോ, കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കുക. കൗണ്ടബിൾ ആണെങ്കിൽ അതെന്താണ്, ഫൈനൈറ്റ് ആണ്. ഇല്ല എങ്കിൽ ഇൻഫൈനൈറ്റ്. ഒരു ആഴ്ചയിലെ ഡേയ്സ് നമുക്ക് കൃത്യമായിട്ട് എണ്ണാം, 7 എണ്ണം. അപ്പൊ അതെന്തുവാണ്, കൗണ്ടബിൾ ആണ്. നമുക്ക് എന്താ എഴുതാം, ഫൈനൈറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ലെറ്റ് ജി ബി ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. ഒരു ലൈൻസിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് എണ്ണാൻ പറ്റുമോ ഇല്ലെന്നാണ് നോക്കേണ്ടത്. ഒരു ലൈൻസിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നേരത്തെ പഠിച്ചത് എം ഡി ആയിരുന്നു. ഒരു എലമെന്റ്സും ഇല്ല എങ്കിൽ എം ഡി സെറ്റ്സ്. ഇത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് എന്തുവാണ്, എം ഡി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ഫൈനൈറ്റ് ആണ്. എം ഡി ആണെങ്കിലും ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിലും ഫൈനൈറ്റ്. അതല്ല, എണ്ണാൻ പറ്റില്ല, കൗണ്ടബിൾ അല്ല എങ്കിൽ എന്തുവാണ്, ഇൻഫൈനൈറ്റും ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് വീക്കിൻ്റെത്. നമുക്ക് എണ്ണാൻ പറ്റും, ഫൈനൈറ്റ് ആണ്. എന്നാൽ ഒരു ലൈനിലെ പോയിന്റ്സ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് ഇൻഫൈനൈറ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഈക്വൽ സെറ്റ്സ്. ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ. രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഈക്വൽ എന്ന് പറയണമെങ്കിൽ ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ്. എന്തുവാണ്, രണ്ട് സെറ്റിലും സെയിം എലമെന്റ്സ് ഉണ്ടായിരിക്കണം എങ്കിൽ എന്തുവാണ്, എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഇനി രണ്ടിലും സെയിം എലമെന്റ്സ് അല്ല എങ്കിൽ എന്തുവാണ്, എ നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റ്സ് ഉണ്ട്, സെറ്റ്സിലെ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ എന്തുവാണ്, എ ഈക്വൽ ടു ബി. അത് ഓർഡർ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ഷഫിൾ ചെയ്തൊക്കെ വരാം. ഇനി നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എന്തുവാണ്, സെയിം എലമെന്റ്സ് ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ നോക്കി, എ ഇസ് ഈക്വൽ ടു 1 2 3 4, ബി എന്ന് പറയുന്നത് 3 1 4 2. ഓർഡർ സെയിം അല്ല, പക്ഷെ ഈ എക്കകത്തുള്ള എല്ലാ എലമെന്റ്സും എന്തിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അല്ലാതെ എക്സ്ട്രാ ഒരു എലമെന്റ്സോ അങ്ങനെ ഒന്നുമില്ല. എക്സ്ട്രാ ഒരു എലമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എയും ബിയും ഈക്വൽ അല്ലായിരിക്കും. ഇതിപ്പോ എന്തുവാണ്, എക്ക് 1 2 3 4 ഉണ്ടെങ്കിൽ ബി ഓർഡറിലല്ല 1 2 3 4, ഷഫിൾ ചെയ്താണ്. പക്ഷെ സെറ്റിനകത്തുള്ള ഈ എയുടെ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ്സ് എന്തുവാണ്, എ ഈക്വൽ ടു ബി. ഇതാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്.
നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? നൾ സെറ്റിന്റെ എക്സാമ്പിൾ ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഏതാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 ആയിട്ടുള്ളത് നോക്കുക. ഏതെങ്കിലും ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവിസിബിൾ ആക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല? 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എന്തുവാണ്? ഒരു എലമെന്റ്സും ഇല്ല, നൾ സെറ്റ് ആണ്. ഒരു എലമെന്റ്സ് നമുക്ക് ഒരു എലമെന്റ്സ് എങ്കിലും കിട്ടിയിരുന്നു എങ്കിൽ നമുക്ക് എന്തല്ല നൾ സെറ്റ് എഴുതാൻ പറ്റില്ല. അത് പക്ഷെ ഇവിടെ ഒരു ഓഡ് നാച്ചുറൽ നമ്പറിനെയും 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുവാണ്? ഇത് നൾ സെറ്റ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പേഴ്സ് എക്സ് ലെസ് ദാൻ 5. എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ 5ന് എന്തുവാണ്? ബാക്കിലോട്ടുള്ള എലമെന്റ്സ് ആണ് നോക്കേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ 7നെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നോക്കേണ്ടത്. എക്സ് ലെസ് ദാൻ 5 എന്ന് വെച്ചാൽ 5ന്റെ ബാക്കിലോട്ടുള്ള നമ്പേഴ്സ്, ലെസ് ദാൻ ആയിട്ടുള്ള നമ്പേഴ്സും, ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ 7നെക്കാട്ടിയും കൂടിയ നമ്പേഴ്സും ആണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു നമ്പറും കോമൺ ആയിട്ട് എടുക്കാനില്ല. 5ന് താഴോട്ടും 7 മേളിലോട്ടുമാണ്. ഒരു നമ്പറും എന്തുവാണ്? കോമൺ ആയിട്ട് എടുക്കാനില്ല. അപ്പൊ സോ ഇതെന്തുവാണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വൈ സെഡ് ദാറ്റ് വൈ ഈസ് എ പോയിന്റ് കോമൺ ടു എനി പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസിനിടയ്ക്ക് ഒരു കോമൺ പോയിന്റ് ഉണ്ട് എങ്കിൽ അതെന്തുവാണ്? നൾ സെറ്റ് ആയില്ല. പക്ഷെ കോമൺ പോയിന്റ് ഇല്ല എങ്കിൽ നൾ സെറ്റ്. പാരലൽ ലൈൻ ആണ് പറയുന്നത്. ഈ പാരലൽ ലൈന് എൻഡിങ് ഇല്ല, എവിടെ ആയാലും സെയിം ഡിസ്റ്റൻസിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിനിടയ്ക്ക് എന്തില്ല? ഒരു കോമൺ പോയിന്റ് ഇല്ല എങ്കിൽ ഇതെന്തുവാണ്? നൾ സെറ്റ് ആണ്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻ ആണ് പറഞ്ഞിരുന്നുവെങ്കിൽ കോമൺ പോയിന്റ് ഇവിടെ വരുമായിരുന്നു, ഒരു പോയിന്റ് വരുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്തല്ല നൾ സെറ്റ് എന്ന് പറയാൻ പറ്റൂലായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പോയിന്റ് പാരലൽ ലൈൻസിൽ ഒരിടവും വരത്തില്ല. അതുകൊണ്ട് ഇതെന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഏതൊക്കെയാണ് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്ന് ചെക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് ദ ഇയർ. ഒരു ഇയറിലെ മന്ത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു വർഷത്തില് എത്ര മാസം? 12 മാസം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫൈനൈറ്റ് ആണ്, പറ്റാത്തത് എന്തുവാണ്? ഇൻഫൈനൈറ്റ് ആണ്. നെക്സ്റ്റ്, സെറ്റ് 1 2 3 എക്സെട്ര. ഒരു എൻഡിങ് പോയിന്റ് പറഞ്ഞിട്ടില്ല. സെറ്റ് 1 2 3 എക്സെട്ര എന്ന് പറയുന്നു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്തുവാണ്? എൻഡിങ് പോയിന്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്തുവാണ്? നമുക്ക് എൻഡിങ് പോയിന്റ് ഇവിടെ വേറെ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, അതുവരെ എന്നറിയാമായിരുന്നു. ഇവിടെ എക്സെട്ര പറയപ്പോ എന്തുവാണ്? ഇതിന് ഏതാണ് ലാസ്റ്റ് എന്ന് അറിയാൻ പറ്റില്ല. അതിന് എന്താണ്? ഇൻഫൈനൈറ്റ്, എണ്ണാൻ പറ്റില്ല, കൗണ്ടബിൾ അല്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 1 2 3 എക്സെട്ര. ഇത് സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷെ എന്തുവാണ്? എൻഡിങ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് 99 100. നമുക്കിത് കൃത്യമായിട്ട് ഈ 100 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണാൻ പറ്റും, കൗണ്ടബിൾ ആണ്. അപ്പൊ എന്തുവാണ്? അത് ഫൈനൈറ്റ്. അപ്പൊ ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എങ്കിൽ എന്തുവാണ്? അതെല്ലാം ഫൈനൈറ്റ് ആയിരിക്കും, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുവാണ്? എൻഡിങ് പോയിന്റ് ഇല്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്തായി മാറും? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള സെറ്റും ഈക്വൽ അല്ലാത്ത സെറ്റും ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി, ബി ഇസ് ഈക്വൽ ടു ഡി സി ബി എ. നോക്കി നോക്കിയേ, എ എന്ന സെറ്റിലെ എലമെന്റ്സ് എല്ലാം ബിയിൽ ഉണ്ടോ എന്ന് നോക്കാം. എ ഉണ്ട്, ഡി ഉണ്ടല്ലോ, സി ബിയിലുണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ ഈ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എന്തിലുണ്ട്? ബിയിലും ഉണ്ട്. എയിലുള്ള എല്ലാ എലമെന്റ്സും മാത്രമേ എന്തുവാണ്? ബിയിലും ഉള്ളൂ. അപ്പൊ എന്തുവാണ്? എയും ബിയും ഈക്വൽ എന്ന് എഴുതാം. എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. അപ്പൊ എല്ലാ എലമെന്റ്സും എന്തുവാണ്? ഉണ്ടാകണം. ഓർഡർ അതേ കറക്റ്റ് ഓർഡറിൽ വരണമെന്നില്ല, ഇത് മാറി ഒക്കെ വരാം, ഷഫിൾ ചെയ്തൊക്കെ വരാം, പ്രശ്നമില്ല. നെക്സ്റ്റ് ഒരു സെറ്റ് എ ഇക്വൽ ടു 4 8 12 16. എ എന്ന് പറയുന്നത് 4 8 12 16. ബി എന്ന് പറയുന്നത് 8 4 16 18. എലമെന്റ്സ് എല്ലാം ഉണ്ടെന്ന് നോക്കിയേ, 4 ഉണ്ട് ഈ സെറ്റില്, 8 ഉണ്ട് ഈ സെറ്റില്, 12 ബി എന്ന സെറ്റിനകത്ത് ഇല്ല, 16 ഉണ്ട്. ഇവിടെ ബിക്ക് 12ന് പകരം ഏതാ കിടക്കുന്നത്? 18 ആണ് കിടക്കുന്നത്. അപ്പോ ഇതിലെ എലമെന്റ്സ് എല്ലാ എലമെന്റ്സും ഇതിനകത്ത് ഇല്ല.
അതിന് പകരം വേറെ എലമെന്റ്സും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ എയുടെ എലമെന്റ്സ് എല്ലാ എലമെന്റ്സും എന്തിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അത്രയുമേ ഉണ്ടാകാവൂ, വേറെ എക്സ്ട്രാ ഉണ്ടാവരുത്. അപ്പൊ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഇവിടെ 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. പക്ഷെ 4 എലമെന്റ്സും സെയിം അല്ല. ബിയും എയും എന്തുവാണ്? സെയിം എലമെന്റ്സ് അല്ല കിടക്കുന്നത്. അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ എന്ന് പറയുന്നത് 2, 4, 6, 8, 10 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ബി നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എക്സ് ഈസ് എ പോസിറ്റീവ് ഈവൻ ഇന്റീജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ 10ഉം വരും, 10ന് താഴെയുള്ള നമ്പേഴ്സും. പക്ഷെ എങ്ങനെയാണ്? പോസിറ്റീവ് ഈവൻ ഇന്റീജർ മാത്രമേ എടുക്കാവൂ. പോസിറ്റീവ് ഈവൻ ഇന്റീജർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ്? 2 ആണ്. പിന്നെ 4, 6, 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നത് കൊണ്ട് 10ഉം വരും. ഇതാണ് പോസിറ്റീവ് ഈവൻ ഇന്റീജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരുന്നത്. എ കിട്ടി, ബി കിട്ടി. 2 എലമെന്റ്സ് നോക്കിയേ. 2, 2, 4, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ എയുടെ എലമെന്റ്സ് എല്ലാം എന്തിലുണ്ട്? ബിയിലുണ്ട്. സോ നമുക്ക് എന്തെന്ന് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സബ്സെറ്റ്സ് ആണ്. എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് സെറ്റ് ടു ബി സബ്സെറ്റ് ഓഫ് സെറ്റ് ബി. ക്യാപിറ്റൽ എ ബിയുടെ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി ആണ്. അപ്പൊ എ ബിയുടെ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ എ ചെറുതും ബി ആണ് വലിയ സെറ്റും. അപ്പൊ എയുടെ എല്ലാ എലമെന്റ്സും എന്തിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് സി പോലെയാണ്, പക്ഷെ കുറച്ച് നീട്ടിയാണ് സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സബ്സെറ്റ് അല്ല എങ്കിൽ എന്തുവാണ്? ക്രോസ് ആയിട്ടൊരു സ്ലാഷ് ഇട്ടാൽ മതി. അപ്പോ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ ബിയുടെ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ എയുടെ എല്ലാ എലമെന്റ്സും എന്തിലുണ്ടായിരിക്കണം? ബിയിൽ ഉണ്ടായിരിക്കണം. ഇനി ലെറ്റ് ക്യാപിറ്റൽ എ ആൻഡ് ബി 2 സെറ്റ്സ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എയും ബി 2 സെറ്റ്സ് ഉണ്ട്. എ ബിയുടെ സബ്സെറ്റ് ആണ്. എ നോട്ട് ഈക്വൽ ടു ബി. കണ്ടീഷൻ നോക്കാം. എ ബിയുടെ സബ്സെറ്റ് ആണ്, പക്ഷെ എയും ബിയും ഒരിക്കലും എന്തല്ല? ഈക്വൽ അല്ല. എങ്കിൽ എ ഈസ് കോൾഡ്, എ പറയുന്നതാണ് എന്തോന്ന്? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് എ പറയുന്നത്. അതുപോലെ തിരിച്ച് ബി പറയുന്നത് സൂപ്പർ സെറ്റ് ഓഫ് എ എന്നാണ്. അപ്പോ കണ്ടീഷൻ എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും, പക്ഷെ എയും ബിയും എന്തുവാണ്? ഒരിക്കലും ഈക്വൽ അല്ല. എങ്കിൽ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി എ തിരിച്ച് സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും പറയുന്നു. ഇനി ലാസ്റ്റ് വൺ, എ സെറ്റ് എ ഹാസ് ഓൺലി 1 എലമെന്റ്. ഒരു സെറ്റില് ഒരേ ഒരു എലമെന്റേ ഉള്ളൂങ്കിൽ അതിനെ പറയുന്നതാണ് സിംഗ്ലറ്റൺ സെറ്റ് എന്ന്. സിംഗിൾ ആണ്, അപ്പോൾ സിംഗ്ലറ്റൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റിനകത്ത് ഒരേ ഒരു എലമെന്റ്സേ ഉള്ളൂങ്കിൽ അതിനെ എന്തുവാണ്? സിംഗ്ലറ്റൺ സെറ്റ് എന്ന് പറയും. നെക്സ്റ്റ്, മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബൈ ഫില്ലിംഗ് ദ സിമ്പിൾ. സബ്സെറ്റ് ആണോ സബ്സെറ്റ് അല്ലയോ എന്നുള്ള കേസാണ്. അപ്പൊ സബ്സെറ്റ് എങ്ങനെ എഴുതും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സബ്സെറ്റ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തുവാണ്? ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് എല്ലാം എന്തുവാണ്? രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കും. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എയുടെ എലമെന്റ്സ് എല്ലാം ബിയിൽ ഉണ്ടായിരിക്കണം. എയുടെ എലമെന്റ്സ് 2, 3, 4 ഇതിനകത്തുണ്ടല്ലോ, ബി ആണ്. അപ്പൊ എന്തുവാണ്? രണ്ടാമത് എഴുതുന്നതാണ് വലിയ സെറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും രണ്ടാമത് എഴുതുന്നതാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്തുവാണ്? ബി ആണ് വലിയ സെറ്റ്. അപ്പോ എയുടെ എലമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് എഴുതാം? സബ്സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എ ബി സി ഏതിന്റെ? ഈ രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എ ബി സി ആണ് നമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് കിടക്കുന്നത്, പക്ഷെ ഇതിനകത്ത് കിടക്കുന്ന ബി സി ഡി ആണ്. ഇതിലെ എ ഇല്ല, സെയിം എലമെന്റ്സ് അല്ലല്ലോ കിടക്കുന്നത്. അപ്പൊ എന്തല്ല? ഇതിലെ എലമെന്റ്സ് എല്ലാം അതിനകത്ത് ഇല്ല. എ ഇല്ല, ബി ഉണ്ട്, സി ഉണ്ട്, എ ഇല്ല. അപ്പൊ എന്താണ്? നോട്ട് ആൻഡ് സബ്സെറ്റ്. അടുത്ത് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് +1 ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ +1 കുട്ടികളുടെ എന്തുവാണ് കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ എ എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂള് ഫുൾ കുട്ടികളുടേതാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഫുൾ കുട്ടികൾ, വലിയ സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ, സ്കൂളിലെ മുഴുവൻ കുട്ടികളും. അതിലെ ഒരു ക്ലാസ് ആണ് +1. അപ്പൊ എന്തുവാണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ, കാരണം എ എന്ന് പറയുന്നത് +1 കുട്ടികൾ മാത്രം, ബി എന്ന് പറയുന്നത് സ്കൂളിലെ എല്ലാ കുട്ടികളും വരുന്നതാണ്. എയിലുള്ള എല്ലാ കുട്ടികളും എന്തുവാണ്? ഈ ഫുൾ സ്റ്റുഡൻസിന്റെ എണ്ണത്തിൽ വരുന്നതാണ്. അപ്പൊ എന്തുവാണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്ക് സബ്സെറ്റ്സ് എങ്ങനെ എഴുതും എന്നുള്ളത് അടുത്ത് നോക്കാം. നെക്സ്റ്റ്, സബ്സെറ്റ് എഴുതുന്നതിന് മുന്നേ
ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് ആണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് ഏതൊരു സെറ്റ് തന്നിട്ടും സബ്സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ എന്തുവാണ്, അതായത് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. അതിൽ എല്ലാ ടേംസും ഉൾപ്പെടുന്നത് അതിന്റെ സബ്സെറ്റ് ആണ്. ഇനി അടുത്ത് ഫൈസ്, അതായത് നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ ഏതൊരു സെറ്റിന്റെ നൾ സെറ്റ് എഴുതാൻ പറഞ്ഞാലും നൾ സെറ്റും സെയിം സെറ്റും അതിന്റെ എന്താണ്, സബ്സെറ്റ് ആണ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെറ്റ് 1 2 3 എന്ന് വയ്ക്കാം. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് നൾ സെറ്റ്. നൾ സെറ്റിന്റെ സെറ്റിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ല, എന്തുവാണ്, നൾ സെറ്റ് എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഓരോ എലമെന്റ്സിനെയും നിങ്ങൾ സെറ്റിനകത്ത് ആദ്യം എഴുതണം. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, ഓരോ എലമെന്റ്സ് വെച്ചിട്ടുള്ളതായി. പിന്നെ ചെയ്യേണ്ടത് 2 എലമെന്റ്സ് വെച്ചിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കുക. സെറ്റ് 1 2, സെറ്റ് എന്തുവാണ് 1 3. 1 വെച്ച് ഞാൻ 1 2 എഴുതി, 1 3 എഴുതി. ഇനി 2 വെച്ചേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനെ ബാക്കിലോട്ട് പോരുത്. 2 1 3 1 അങ്ങനെ പോരുത്. ഫ്രണ്ടിലോട്ട് നോക്കാവൂ. 1 2 എന്തുവാണ് 1 3. കാരണം 2 1 2 3 എഴുതി കഴിഞ്ഞാലും എന്തുവാണ്, സെറ്റിനകത്ത് 1 2 എന്ന് പറയുന്നത് 2 1 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പൊ നമ്മളത് സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് 1 2 1 3 എന്തുവാണ് നെക്സ്റ്റ് വരുന്നത് 2 3. അപ്പോ നൾ സെറ്റ് ആദ്യം എഴുതി, സിംഗിൾ ആയിട്ടുള്ള ഓരോ എലമെന്റ്സ് എഴുതി, 2 എണ്ണം വെച്ച് എഴുതി. ഇനി ഫുൾ ആ സെറ്റ് എഴുതുന്നു. നമ്മൾ പറഞ്ഞല്ലോ എവരി സെറ്റ് ഈസ് എന്തുവാണ്, സബ്സെറ്റ്സ് ഓഫ് ഇറ്റ്സെൽഫ്. ഇങ്ങനെയാണ് സബ്സെറ്റ് എഴുതുന്നത്. അപ്പൊ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആണ്. ഏത് സെറ്റിന്റെയും സബ്സെറ്റ് നൾ സെറ്റ് ആണ്. അത് കഴിഞ്ഞ് 1 2 1 3 2 3 എന്തുവാ വരും, പിന്നെ 1 2 1 3 ആയി 2 3 ആയി. നെക്സ്റ്റ് ഇനി 3 എലമെന്റ്സേ ഉള്ളൂ, 1 2 3. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ എഴുതാം. സെറ്റ് എ ബി സി എന്ന് വയ്ക്കുക. എന്തുവാണ് ആദ്യം എഴുതേണ്ടത്, നൾ സെറ്റ് ആണ് ഫസ്റ്റ് സബ്സെറ്റ്. നെക്സ്റ്റ് സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, ഓരോന്ന് വിധമായി. ഇനി എന്തുവാണ് സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി, എ ബി എ സി ബി സി. ഇനി 3 എലമെന്റ്സ് എ ബി സി. ഓക്കെ. ഇനി നൾ സെറ്റിന്റെ വേറൊരു ക്വസ്റ്റ്യൻ പോലെ പറയാണ്. നൾ സെറ്റിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്തുവാണ്, നൾ സെറ്റ് മാത്രമാണ് വരുന്നത്. ഇനി ഒരു സിംഗിൾ സെറ്റിന്റെ ഒരു സെറ്റ് സബ്സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഗിൾ സബ്സെറ്റ് മാത്രമാണ് വരുന്നത്. ഇനി ഡി ഇ എഫ് സബ്സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തുവാണ്, നൾ സെറ്റ് എഴുതുക. സിംഗിൾ സെറ്റിനകത്ത് ഡി, സിംഗിൾ സെറ്റ് ഇ, സിംഗിൾ സെറ്റ് എന്തുവാണ് എഫ്. ഇനി 2 എണ്ണം ഏതൊക്കെയാണ്, ഡിയും ഇയും. നെക്സ്റ്റ് എന്തുവാണ്, ഡി എഫ് ആണ്. നെക്സ്റ്റ് ഇ എഫ്. ലാസ്റ്റ് വൺ 3 ടേംസും കൂടി ഉള്ളതാണ്. ഇത്രയേ ഉള്ളൂ സബ്സെറ്റ് എഴുതുന്നത്. സബ്സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് എലമെന്റ്സിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാലും നൾ സെറ്റ് ഫസ്റ്റ് എഴുതുക. എന്തുവാണ്, ബാക്കി ഓരോ ടേംസ് സിംഗിൾ ആയിട്ട് എഴുതുക. പിന്നെ 2 ടേംസ് വെച്ച് എഴുതുക. 3 ടേംസ് ഉണ്ടെങ്കിൽ 3 ടേംസ് വെച്ച് എഴുതുക. ലാസ്റ്റ് എന്തുവാണ്, ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നത് ആ സെറ്റ്, എല്ലാ സെറ്റും അതിന് തന്നെ സബ്സെറ്റ്സ് ആണ്, അതും എഴുതുക. അപ്പൊ സബ്സെറ്റ്സ് വരെയുള്ള ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർവെൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റ്സിൽ ഇന്റർവെൽസ് ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത്, ഓപ്പൺ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ ഒക്കെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് നന്നായിട്ട് നോക്കുക നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.